നമ്മുടെ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഓസ്റ്റിൻ സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറുടെ ടോപ്പിക് എന്ന് പറഞ്ഞ് ഗോൾഡൻ മിഡാസ് ടച്ച് എന്നാണ്. സാറുടെ സെക്കൻഡ് പാർട്ടും കൂടെയാണ്. ഓക്കെ, ഇനി ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാൻ. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. ഹോസ്റ്റ് ആണ് ആക്കിയിട്ടുണ്ട് സർ. താങ്ക് യു. നമ്മൾ എന്തായാലും കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്ന ഒരു ഗോൾഡൻ മിഡാസ് ടച്ച് എന്താണെന്ന് കണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു രാജാവിന്റെ കഥ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്, മിഡാസ് എന്ന് പറഞ്ഞ രാജാവിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗ്രീഡി ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണമില്ലാതെ ഇനി ജീവിക്കാനും പറ്റൂല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ എന്തുകൊണ്ട് എങ്ങനെ ഗ്രീഡി ആവാതിരിക്കാമെന്നുള്ള ടിപ്സും ടൂൾസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത്. അതിലൊരു 1-2 പോയിന്റ്സും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ക്വിക്കായിട്ട് ക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ഗോൾഡൻ മിഡാസ് നമ്മുടെ ലൈഫിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നോക്കാം. നമ്മൾ അന്ന് ഇന്നലെ പറഞ്ഞതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മുടെ ഒരിക്കലും പണം സമ്പാദിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കരുതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു കുറേ പൈസ വേണം. പൈസ എന്തിനാ? പൈസയ്ക്ക് വേണ്ടി നമുക്ക് കുറെ കംഫർട്ട്സും കാര്യങ്ങളൊക്കെ വേണം. അതല്ലാതെ നമ്മൾ വെറുതെ എനിക്ക് 1 കോടി രൂപ വേണം, 2 കോടി രൂപ ബാങ്കിൽ ഇങ്ങനെ രസിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യം വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മുടെ റിസോഴ്സസിനൊക്കെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. കാര്യം നമുക്കറിയാം, ഇന്ത്യയും ചൈനയും അല്ലെങ്കിൽ അമേരിക്കയൊക്കെ പാഴാക്കുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഇന്ത്യ, ചൈന അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആ പാഴാക്കിയ ഭക്ഷണം മാത്രം മതി എന്ന് പറഞ്ഞു. അത്രയും പണം, പൈസ, ഫുഡ് അവർ വേസ്റ്റ് ആക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഫുള്ള് വേസ്റ്റിലേക്ക് പോകാം. കാര്യം വെച്ചാൽ 5 സ്റ്റാർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരൊരു ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട്, ഇപ്പൊ നമുക്കറിയാം ഈ ബൊഫേ സിസ്റ്റത്തിലേക്ക് അവർ നിറയെ ഫുഡ് വെച്ചിട്ടുണ്ടാവും. അത് ഓരോ ആളുകൾ വന്ന് കഴിക്കുമ്പോഴും അത്രയും ഫുഡ് അവിടെ ക്വാണ്ടിറ്റി വേണം. അപ്പം അത് തീരുന്നതനുസരിച്ച് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഡെസേർട്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ആ ഒരു റൂൾ ഓഫ് 5 സ്റ്റാർ അനുസരിച്ച് ഒരിക്കലും അവർ ആ ഫുഡ് കീപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ, കഴിക്കുന്ന ആൾക്കാർ നല്ല പൈസ കൊടുത്താണ് കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ, ഇത് ഈ വെച്ച് നമ്മുടെ ലോക്കൽ ഹോട്ടൽസ് ഒക്കെ ചെയ്യുന്ന പോലെ ഈ ഫുഡ് എടുത്തു വെച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ആയ ആളുകൾക്ക് മരിക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വലിയ പ്രശ്നം വരും. മരിക്കണ്ട, ഈവൻ ചെറിയ ലൂസ് മോഷൻ വന്നാൽ പോലെ. അപ്പൊ ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഈ ഫുഡ് അങ്ങനെ തന്നെ കൊണ്ടുപോയി വേസ്റ്റിൽ ഡംപ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾ പറയുന്നത്, അവർ അത്രയും ഫുഡ് ഉണ്ടെങ്കിൽ അത്രയും പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റും. അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഹോട്ടൽസും ഉണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിൽക്കാനോടാ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ജീവിതത്തിന്റെ ദാരിദ്ര്യ അവസ്ഥകളിലൊക്കെ ഇരുന്ന സമയത്ത് KFC-ന്ന് ഇതുപോലെ കിട്ടിയിരുന്ന ഫുഡ് കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അദ്ദേഹം വലിയ ആളായി കഴിഞ്ഞപ്പോ ഈ ലേഡീനൊക്കെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് അവരെ ഭയങ്കരമായിട്ട് ആദരിക്കുകയും പൈസ കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഥ? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ഹലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല സാറേ, ഇല്ല കേട്ടിട്ടില്ല സാറ്. ഷീല മാം കേട്ടിട്ടുണ്ടോ? വലിയ സ്റ്റോറിയായിരുന്നു. ബഷീർ സാറേ. സംഭവം വെച്ചാല് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാലോ, വളരെ ചെറുപ്പത്തിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അപ്പൊ ഈ KFC പോലെയുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ, KFC തന്നെയാണെന്ന് തോന്നുന്നു, ഫ്രൈഡ് ചിക്കനിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്രൈഡ് ചിക്കന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഈ സാധനം നമ്മുടെ കേരളത്തിൽ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതാണ്. അതായത് ഇത് കുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 5 to 15 മിനിറ്റ്സോ 30 മിനിറ്റ്സിനുള്ളിൽ ഇത് സെല്ല് ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവൻ വേസ്റ്റ് ആണ്. അതനുസരിച്ച് അവർ ഫ്രൈ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഡെലിവറിക്ക് പോയി, KFCയുടെ ഒക്കെ ഒരു ഡെലിവറിക്ക് പോയി, അപ്പൊ എക്സ്പെക്ടഡ് ടൈം 20 മിനിറ്റ്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ എക്സ്പെക്ടഡ് 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ ആ വീട് എത്തിയില്ലെങ്കിൽ, എന്റെയൊക്കെ ഒരു ചേട്ടനൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, പുള്ളി
ഈ KFC-ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയും പറഞ്ഞേക്കാം, അതായത് ഇവര് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ആ സ്ഥലത്ത് സമയത്തിന് എത്തിയില്ലെങ്കിൽ ആ ഫുഡ് അവർക്ക് ഒന്നില്ലെങ്കിൽ അവർ കഴിക്കും, ഇല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും കൊടുക്കും. കാര്യം അതൊരിക്കലും കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗ്രാമത്തിലുള്ള ഒരു ഫ്രൈഡ് ചിക്കനിലെ ലേഡി അവരെന്താന്ന് വെച്ചാൽ ഈ കഴിക്കുന്ന ഇങ്ങനെ വരുന്ന ഫുഡൊക്കെ ഈ പിള്ളേരെ വിളിച്ച് കൊടുക്കുമായിരുന്നു. ചെറുപ്പത്തിലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് അപ്പൊ ആ സമയത്തൊക്കെയാണ്. അപ്പൊ അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വലിയ ആളായി കഴിഞ്ഞപ്പോ ഈ ലേഡീനെയും അവരുടെ കൂട്ടുകാരികളെയൊക്കെ കണ്ടെത്തി ഒരുപാട് ആദരവ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല് നമ്മളെപ്പോഴും പണത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മിഡാസ് ടച്ച് നമ്മുടെ, അതായത് ഒരു ഗ്രീഡി ആവാതിരിക്കാൻ നല്ലത് ഇതുപോലെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, വെറുതെ ഫുഡോ മറ്റു കാര്യങ്ങളോ റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാനാണ്. അടുത്തൊരു പോളിസി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, പല ആളുകളുടെയും ഒരു ചിന്തയാണ് മോണോപോളൈസ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഞാൻ ഇതിലെ ജിയോയുടെ ഒരു പണം കൊടുക്കാനുള്ള റീസൺ തന്നെ, ഞാൻ ആ കമ്പനിക്ക് അഗേൻസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് വെൻ ദേ ഡു സംതിങ് ദേ ഓൾവേസ് വാണ്ട് എ മോണോപോളി ഇൻ ഇറ്റ്. മോണോപോളി വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇവിടെ കുറെ മോണോപോളി എന്ന് കേട്ടിട്ടുണ്ടാവോ വിശ്വ സാറിന്? അല്ലെങ്കിൽ എന്താണ് മോണോപോളിയുടെ പ്രശ്നം? എന്താണ് ഒരു പ്രൊഡക്റ്റ് മോണോപോളൈസ് ചെയ്ത പ്രശ്നം? സ്വന്തമാകുന്നു, അവനവന്റെ സ്വന്തം സ്വന്തമാണ്, പക്ഷെ അതുകൊണ്ട് എന്താ കേട്ടില്ല വിശ്വ സാർ കേട്ടില്ല. മോണോപോളിയുടെ പ്രശ്നം മോണോപോളി ഒന്നും കേട്ടില്ല. കുത്തക അങ്ങനെ വരുമ്പോ എന്താ പ്രോബ്ലം? എന്താ എന്താ പറഞ്ഞ സാറേ? ഒന്നുകൂടി പറയാമോ? ഈ കുത്തക വരുമ്പോഴോ മോണോപോളി വരുമ്പോഴോ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് അവര് നിശ്ചയിക്കുന്നതായിരിക്കും പിന്നീട് പ്രൈസ്. അതിനകത്ത് ഒരിക്കലും കോമ്പറ്റീഷൻ ഇല്ല. നമുക്കറിയാം പലപ്പോഴും പ്രൈസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ റീസൺ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് തോന്നിയ വില ആളുകൾ കിട്ടണം. ഇപ്പൊ നമുക്കറിയാം ജിയോ വന്ന സമയത്ത് ഇവിടെ എയർടെൽ ഉണ്ട്, BSNL ഉണ്ട്, ഭാരതി, എന്തൊക്കെയോ കമ്പനീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെന്താ ചെയ്തേ? ജിയോ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ അവരുടെ അത്രയും ഫണ്ട് ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഇവര് ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ആയെന്ന് മാത്രമല്ല മിക്കവാറും ഇന്റർനെറ്റ് എന്ന സാധനം വെറുതെ കൊടുക്കുമായിരുന്നു മാസങ്ങളോളം. അങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞപ്പോ ആളുകളൊക്കെ വെറുതെ ജിയോ അല്ലേ, നമുക്കിപ്പോ എയർടെൽ ഉണ്ട്, എന്നാലും ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഒരു ജിയോ സിം മേടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവർ ജിയോ മേടിച്ചു. പതിയെ പതിയെ ജിയോയുടെ കസ്റ്റമേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു സർട്ടൺ ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? താരിഫൊക്കെ അങ്ങ് കൂട്ടി ഒരു ബെസ്റ്റ് താരിഫിലേക്ക് അവർ വന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുറേ ചെറിയ ചെറിയ എല്ലാ നെറ്റ്വർക്ക്സും കൂട്ടിപ്പോയി. നമുക്ക് പറയുകയാണെങ്കിൽ വോഡാഫോണും ഐഡിയയും ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. എയർടെല് അങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കണ്ടമാനം ടവേഴ്സ് ഉണ്ട്. അപ്പൊ ആ ടവറിന്റെ റെന്റ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലാതെ ഒരു താരിഫ് കൊണ്ട് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് മാറും. ഇനി ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചും കൂടി തുടർന്നു കഴിഞ്ഞാല് ഈ പറഞ്ഞ വോഡാഫോണും ഐഡിയയും അതുപോലെ പതുക്കെ ഇവരും എയർടെലും കൂടി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ജിയോ പറയുന്നതാണ് പ്രൈസ്. അവർക്ക് തീരുമാനിക്കാം എത്ര രൂപയ്ക്ക് ആളുകൾ സാധനം വാങ്ങുന്നത്. നമ്മളീ പറഞ്ഞ ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരാളുടെ ഒരു 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 സിംറ്റം ആണ് അത്. അപ്പൊ നമ്മളാണെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മാത്രം മതി, വേറെ കോമ്പറ്റീഷൻസ് ഒന്നും വേണ്ട, വേറെ ആൾക്കാർ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്റെ കച്ചവടം കുറയും. ഞാനിപ്പോ ഒരു ട്രെയിനറാണ്, അപ്പൊ വേറൊരു ട്രെയിനർ ഗ്രോ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിലൊരു അവൻ വലിയ ആളാവണം, എന്റെ അവസരങ്ങൾ പോകും, അല്ലെങ്കിൽ ഞാൻ മാത്രം ട്രെയിനർ മതി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗ്രീഡി ടച്ചിലേക്ക് വരാതെ നമുക്ക് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം കോമ്പറ്റീഷന്റെ ടെൻഷൻ കൂടിയിട്ട് നമ്മളെ നിലമറന്ന് ചെയ്യും. അവസാനം അവരെ കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ വന്ന് നമ്മളില്ലാതെയും. അപ്പം ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്ഥാപനം നടത്തുന്നു പറഞ്ഞല്ലോ. അപ്പൊ പലപ്പോഴും ഞങ്ങളൊരു സൗദി സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം തുടങ്ങി. അപ്പൊ തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ട്രേഡ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ ആഡ് ആവാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ അങ്കമാലിയിൽ തന്നെ വേറൊരു സെന്റർ വന്നു. അപ്പോ എന്റെ പിള്ളേര് സ്റ്റാഫൊക്കെ 1-2 പേരൊക്കെ വന്നിട്ട് പറയും, സാറേ
അവര് വന്നു എങ്ങനെയെങ്കിലും ഡോണ്ട് വെറി, നിനക്ക് വരാനുള്ള ബിസിനസ് നിനക്ക് വരും, അവർക്ക് വരാനുള്ള ബിസിനസ് അവർക്ക് വരും. നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസ് കൊടുക്കുക. അപ്പൊ നമുക്ക് വേണ്ട ആൾക്കാർ വരും, അവരും വരട്ടെ, ആൾക്കാർ വരട്ടെ. സോ വൈ വാണ്ട് വെറി? നമ്മളിങ്ങനെ അവര് വരും പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ദാറ്റ് ഈസ് ഓഫ്. അത് കറക്റ്റ് ആയിരുന്നു. വരും കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസത്തേക്കാളും കൂടുതൽ ബിസിനസ് ആയിരുന്നു നമുക്ക്. ഞാൻ അപ്പൊ അവനോട് ചോദിച്ചു, എടാ നീ നോക്ക്, ആൾക്കാർ വന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് വരാനുള്ള ബിസിനസ് ആണെങ്കിൽ നിനക്ക് വരും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഒരിക്കലും അങ്ങനെ ഗ്രീഡി ആവും, ഞാൻ മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഗ്രീഡി ആവണേന്റെ കേസിൽ എനിക്ക് ഒരു പോയിന്റും കൂടി പറയാനുള്ളത് വെച്ചാല് റെസ്പെക്ട് മണി ആൻഡ് ഇറ്റ്സ് പവർ. നമുക്ക് പല ആളുകൾക്കും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പണം വന്നു കഴിഞ്ഞാല് ഭയങ്കര അഹങ്കാരം വരും. അതുകൊണ്ട് ഈ പലപ്പോഴും ഈ പണക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊളൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പല ആളുകൾക്ക് പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പുതുപ്പണക്കാർക്കാണ് പ്രശ്നം. കാലങ്ങളായിട്ട് പൈസ ഉള്ളവരൊക്കെ വളരെ ഹമ്പിളും നോബിളായിട്ട് നിൽക്കുമ്പോൾ ഈ പെട്ടെന്ന് പൈസ ഉണ്ടാവുന്ന ആൾക്കാർ അറിയാലോ, അവര് എന്താ ചെയ്യാ, ഒരു എല്ലാവർക്കും അവരോട് അസൂയ തോന്നാവുന്ന രീതിയിലായിരിക്കും അവർ ആക്ട് ചെയ്യുക. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഫുള്ള് എന്താ പറയാ, അവര് മാത്രം മതി, അവർക്ക് അതിന്റെ പ്രിവിലേജ് വേണം, അതിന്റെ ഒരു അഹങ്കാരം ഹുങ്കും ഒക്കെ കാണിക്കും. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനുണ്ട് ഇതുപോലെ. അപ്പൊ അവൻ ഇതുപോലെ അത്യാവശ്യം നല്ല പൈസയായി, മീൻസ് അവൻ ഒരു എന്താ പറയാ, ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ആള് ഈ പള്ളിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാല് അവൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായി. അപ്പൊ പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഇവന്റെ പൈസ ഉണ്ട്. അപ്പൊ പള്ളിയിലെ പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും അവൻ എന്റെ പുറത്ത് കുറെ കള്ളൊക്കെ മേടിച്ച് കുറെ പേർക്ക് കള്ളൊക്കെ കൊടുത്തു. ഇവനും കുടിച്ചിട്ടുണ്ട്, നന്നായിട്ട് കള്ള് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഭക്ഷണം സപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവൻ വന്നിട്ട് ഇങ്ങനെ, ചേട്ടാ അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, എന്താ അവിടെ കൊടുക്കാതെ എന്നൊക്കെ പറഞ്ഞു. അവന്റെ ഏതോ വീട്ടിലെ കല്യാണം നടത്തുന്ന പോലെയാണ് അവന്റെ ഒരു ആക്ടൊക്കെ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ആളുകൾക്കൊക്കെ അറിയാലോ ഒരു ബുദ്ധിമുട്ട് വരും, നമ്മളോടൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ പണം കൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ആളുകള് മറ്റവൻ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ അവര് ഇങ്ങനെ ഇട്ട് തരും. അപ്പൊ അത് ശരിക്കും നമുക്ക് അത്ര നല്ലതല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ വന്ന എന്റെ മുമ്പിലേക്ക് വന്നൊരു ഫേസ് ആണ് ഇദ്ദേഹത്തിന്റെ, മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ. ഇദ്ദേഹത്തെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തെ അറിയാൻ എത്ര പേരുണ്ട്? ആർക്കെങ്കിലും അറിയോ ഇദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ? കൃഷ്ണമൂർത്തി സാറേ ഒന്ന് പറയോ എന്തായാലും? സാറ് കൈവയ്ക്കുമല്ലോ തോന്നുന്നു. അഹങ്കാരത്തിന്റെ ടോപ്പ്. കേട്ടില്ല. തൃശ്ശൂർക്കാരനല്ലേ? ആ, തൃശ്ശൂർക്കാരനാണ്. കൃഷ്ണമൂർത്തി സാർ എന്ന് പറഞ്ഞു. നേരത്തെ ഒരു മകൻ വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ഒക്കെ ആയ ഒരു ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, ചരിത്രമുണ്ട്. അയാൾ ശരിക്കും ഫേമസ് ആയത് ഏതിലാന്നറിയോ? സെക്യൂരിറ്റിനെ വണ്ടി ഇടിച്ചു, ഒരു സെക്യൂരിറ്റിനെ വണ്ടി ഇടിച്ചു കൊന്നു. എക്സാക്ട്ലി. കൃഷ്ണമൂർത്തി സാർ അതിന്റെ ഫസ്റ്റ് പാർട്ടും പറഞ്ഞു, ബഷീർ സാർ അതിന്റെ സെക്കൻഡ് പാർട്ടും പറഞ്ഞു. ലൈക്ക് ഇദ്ദേഹത്തിന് ഫേമസ് ആവുന്നതിന് ആദ്യം ഇയാൾ ഫേമസ് ആവണം എങ്ങനെയാന്ന് വെച്ചാല്, കൃഷ്ണമൂർത്തി സാർ പറഞ്ഞ ഫെറാറി കാറ് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് ഓടിപ്പിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ കൊണ്ട് ഫെറാറി കാർ ഓടിപ്പിച്ചു. അങ്ങനെ ഓടിച്ചു പോണ സമയത്ത് കുറെ പോലീസുകാർ ചേർന്ന് ഈ വണ്ടി തടയുന്നു. ഇവരെ ഇത് ശരിയല്ല, കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു. വണ്ടി ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാണ്. പിന്നെ അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ നല്ല പൈസയുള്ള സമയമാണ്. അപ്പൊ പറഞ്ഞു, മറ്റേ ഒരു വനിതാ പോലീസുകാരോട് പറഞ്ഞു ഇവരുടെ വണ്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇദ്ദേഹത്തെ കൊണ്ട് ഇനി ഓടിപ്പിക്കില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മദ്യം കഞ്ചാവോ എന്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫെറാറിയിലേക്ക് ലേഡി കയറിയ വഴി ഇവൻ എന്തെന്ന് വെച്ചിട്ട് പുറമെ നിന്ന് അത് ലോക്ക് ചെയ്ത് കൂട്ടി അവരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ. എന്നിട്ട് പോലീസുകാരോട് ഒരുപാട് ആക്രോശിച്ചു. പോലീസുകാരോട് പറഞ്ഞു വെച്ചാല്, എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എന്റെ ഈ വണ്ടി നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാനുള്ള യോഗ്യത നിങ്ങളുടെ പോലീസ് സ്റ്റേഷനില്ല എന്ന് പറയാൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പവർ ഉപയോഗിച്ച് അവിടുന്ന് മിനിറ്റുകൾക്കുള്ളിൽ, മന്ത്രി തലത്തിലൊക്കെ കോളൊക്കെ വന്ന് അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ
കാര്യം കേസായെങ്കിൽ പോലും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അവരെ റിലീസ് ചെയ്ത് വിടുന്നു. അദ്ദേഹം ജാമ്യത്തിലോ ഒക്കെ പോകുന്നു. സോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1, 2, 3 മാസമൊക്കെ കഴിയുന്ന സമയത്താണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് ഒരു ഇഷ്യൂ വരുന്നു. അവൻ രാത്രി ഇതുപോലെ മദ്യപിച്ചു കഞ്ചാവ് കടിച്ചു വരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് തുറക്കാൻ വൈകി എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പൊ ഞാൻ ഈ ഒരു പിക്ചർ കാണിച്ചതെന്ന് വെച്ചാല് ഈ ആ ഒരു കവറ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം ജയിലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ബീഡിക്ക് ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, എന്തോ ഒരു സ്ഥലത്തിന്റെ കേസ് എന്തൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു കവർ മാത്രം അദ്ദേഹത്തിന്റെ ഉള്ളൂ, ഈ ഒരൊറ്റ കവർ. അത്രയും കോടീശ്വരനാണ്, അത്രയും പൈസ ഉള്ളതാണ്. എത്രയോ എനിക്ക് തോന്നുന്നു അദ്ദേഹം ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കാറ് 10,000 രൂപ 15,000 രൂപ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ദ തിങ് ഈസ് ദാറ്റ് ഈ ഒരൊറ്റ കവറ് അതുപോലെ പോലീസുകാരൊക്കെ കൃത്രിമം ചെയ്തിട്ടാണ് ഒരു ഒരു കാജാബീഡി പോലും വലിക്കാൻ കൊടുക്കണമെങ്കിൽ പോലീസുകാർ കാശ് മറ്റേ സൂത്രത്തിലേക്ക് കൊണ്ട് കൊടുക്കണം. അപ്പൊ അത്രയും ഒരു അവസ്ഥയിൽ ജയിലാണ്. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം എന്തോ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ചു കയറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ നിയമ സംഹിത അനുസരിച്ച്. പക്ഷെ എന്നിവേ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണെന്ന് മാത്രമല്ല, അദ്ദേഹം അന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ വണ്ടികളൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്താ പറയാ പുല്ലും കാടൊക്കെ മുളച്ച് കിടക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ടും അദ്ദേഹത്തിന് പ്രശ്നമുള്ളതുകൊണ്ട് അവരാരും ഇദ്ദേഹത്തെ ഇറക്കാൻ വന്നില്ല, അനിയൻ നോക്കാൻ വന്നില്ല, കേസ് നടത്താൻ വന്നില്ല. അങ്ങനെ ശരിക്കും അദ്ദേഹം അതിനകത്ത് പെട്ടുപോയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്താ പറയാ ഒരു അഹങ്കാരിയും അതുപോലെ പണം കൊണ്ട് എന്തും ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഫെയിലിയേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പൊ ഇത് ഞാൻ പണത്തിന്റെ ഒരു ഗ്രീഡി ടച്ചാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാവുന്ന പോലെ എല്ലാവർക്കും പണം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാനും ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ പണം ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം ബഷീർ സാറുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ കയ്യിൽ പണമുണ്ട്, അവരതുകൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്നു, ചാരിറ്റി ചെയ്യുന്നു. അപ്പൊ നമ്മള് പലപ്പോഴും പണം വലിയ മോശമാണെന്നൊക്കെ ഒരു ചിന്ത ഉള്ള ആളുകളെ കണ്ടറിയാൻ പറ്റും. എന്താണ് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ കഞ്ഞി കുടിക്കണമെങ്കിലോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ ഒക്കെ പണം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നം. പണത്തിനല്ല പ്രശ്നം, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇനി ഒരു കുറച്ച് പോയിന്റ്സ് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഈ അറിയാലോ, ചില ആളുകളൊക്കെ ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഭയങ്കര സക്സസ് ആവുന്നു. ചില ആളുകളൊക്കെ എന്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാലും അത് അതുവരെ ഉണ്ടാവാത്ത ഒരു 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 ഗ്രോത്ത് ആ ഒരു ഫീൽഡിൽ ഉണ്ടാവുന്നു. അപ്പൊ അത് നമുക്കും ഇവോക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫും അങ്ങനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതിനുള്ള ഒരു കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അതിൽ നമ്മളിത് പല തവണ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് മണി എന്ന് പറയുന്നത് ഒരു ഫ്രോസൺ അസറ്റ്സ് ഓഫ് നമ്മുടെ തോട്ടാണ്. നമ്മുടെ ചിന്തകളാണ് ഈ പറഞ്ഞ ഒരു പണമായിട്ട് പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ചിന്തകള് എന്താണ് പണമില്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ, അധികം വർഷമായിട്ടില്ല, കുറച്ച് മുമ്പ് വരെ ഞാനും ആ ഒരു സെയിം ഫീൽഡിലായിരുന്നു. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ദിവസം പോലും ജീവിതത്തിൽ ജോലി ഇല്ലാതിരുന്നിട്ടില്ല. പക്ഷെ കയ്യിൽ പൈസയില്ല. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ചെലവ് വരുന്നു, 1 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, കടങ്ങൾ ഇങ്ങനെ കൂടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഈ ബുക്കുകൾ വായിക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിന്റെ ബേസിൽ ഞാൻ എന്റെ തോട്ട്സിനെ ചേഞ്ച് ആക്കുകയും എന്റെ തോട്ട്സിൽ ഐ ആം റിച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പതിയെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല വരികയും ചെയ്തപ്പോ ഐ ഹാവ് എ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നൗ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മള് ചിന്തിക്കുന്ന ലെവലിലാണ് നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ വരുമാനം. നമുക്ക് എത്ര ഹൈ, അത് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞത്. നമുക്ക് എത്രയാണ് നമ്മുടെ ഇൻകം എന്ന് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻകം പതിയെ കൂടാൻ തുടങ്ങും. അപ്പൊ ആ പൈസയ്ക്ക് നമുക്ക് ആവശ്യം വേണം. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ
എന്തിനാണ് അത്രയും പൈസ കിട്ടിയിട്ടുള്ള കാര്യം കൂടി വേണം. ഞാൻ ആലോചിക്കുന്നത്, എന്റെ ശമ്പളമൊക്കെ അറിയാലോ, നമ്മൾ 10-15 നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ഹയർ സെൻസിൽ ഇതിനെ കാണുകയും അതെന്റെ ഒരു ആവുകയും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും പറയാതെ എന്റെ ഇൻകം ആ ലെവലിലേക്ക് റേസ് ആവാനായിട്ട് തുടങ്ങി. ഇവിടെ എത്ര പേർക്ക് അറിയാവുന്ന പറയില്ല, തെർമോസ്റ്റാറ്റ് എന്താണെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? തെർമോസ്റ്റാറ്റ് ആർക്കെങ്കിലും തെർമോസ്റ്റാറ്റ് എന്താണെന്ന് അറിയോ? സയൻസ് പൊതുവെ കൃഷ്ണമൂർത്തി സാർ എന്ന് പറഞ്ഞു. തെർമോസ്റ്റാറ്റ് എന്താണ് സാർ? തെർമോസ്റ്റാറ്റ് ആക്ച്വലി ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കഴിഞ്ഞ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. വണ്ടിയിലുണ്ട്, AC-യിലുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് സാറ്. കറക്റ്റ് ആയി. സാറിന് അത്യാവശ്യം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. തെർമോസ്റ്റാറ്റ് എന്നാണ് അറിയാലോ, നമ്മൾ AC-യിലും ഫാനിലും ഒക്കെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോർമലി ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ തെർമോസ്റ്റാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ഇപ്പൊ ഇതൊരു എന്താ പറയുക കട്ട് ഓൺ സ്വിച്ച് ആണ്. ഇപ്പൊ നിങ്ങൾ AC-യിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ AC-യുടെ ടെമ്പറേച്ചർ നമ്മൾ 24 സെറ്റ് ചെയ്തു. 24 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് സെൻസ് ചെയ്യും 24. അപ്പം റൂമിലെ ടെമ്പറേച്ചർ നോക്കിയിട്ട് 24 കൂടി ഒരു 26 27 ഒക്കെ ആകുമ്പോഴേക്കും ഈ തെർമോസ്റ്റാറ്റ് ഓൺ ആവും. അപ്പൊ AC വർക്ക് ചെയ്യാൻ തുടങ്ങും, കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങും. പതിയെ റൂം ടെമ്പറേച്ചർ 24 താഴേക്ക് പോകും. 24 അല്ലെങ്കിൽ 23 22 ഒക്കെ ആകുമ്പോഴേക്കും ഈ തെർമോസ്റ്റാറ്റ് കട്ടാവും. അപ്പൊ AC-യുടെ കംപ്രസർ ആകും, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ 22 എന്നുള്ളത് വീണ്ടും AC കട്ടായി വീണ്ടും കൂടി 26 28 ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഈ തെർമോസ്റ്റാറ്റ് ഓൺ ആവും 24 വരെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പറഞ്ഞാൽ വിശ്വസിക്കില്ല. സാമ്പത്തികമാണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒരു തെർമോസ്റ്റാറ്റ്, എനിക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അതായത് ഇപ്പൊ എന്റെ വരുമാനം 20,000 രൂപയാണ്. എനിക്ക് മാക്സിമം കിട്ടാവുന്നത് ഒരു മാസം 20 കൂടുതൽ കിട്ടാനുള്ള വകുപ്പില്ല, അല്ലെങ്കിൽ 30 ആണ് 50 ആണ്. നമ്മളൊരു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തേക്കാം. എന്താ സംഭവിക്കുക? നമ്മുടെ വരുമാനം വരാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകും, നമ്മൾ പോലും പറയാതെ. കാരണം നമ്മുടെ ചിന്തകളാണ് പണമായിട്ട് വരുന്നത്, അല്ലാതെ പണത്തിന് പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നുമില്ല. ഇഫ് യുവർ തോട്ട്സ് ബിക്കം സ്പ്ലെൻഡിഡ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇതാണെങ്കിൽ അതനുസരിച്ചാണ് നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പണമില്ല, ബിസിനസ് ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വേറെ ഒരാളെയും കോമ്പറ്റീറ്ററെ പിടിക്കേണ്ട, മാർക്കറ്റ് കണ്ടീഷൻസ് പഠിക്കേണ്ട, കൊറോണയാണെന്ന് പറയുന്നുണ്ട, ഒരു സാധനമില്ല. നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നോട്ട് പ്രോപ്പർലി. അപ്പൊ അത് ഈ പൈസ ഉള്ളവരെ കണ്ടറിയാം. ഞാൻ പെട്ടെന്ന് എന്റെ ഒരു മനസ്സിലേക്ക് വന്ന എക്സാമ്പിൾ ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ്, എന്റെ അച്ഛൻ കോടീശ്വരനായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ബിസിനസ് ഒക്കെ ചെയ്തു. അദ്ദേഹം ബിസിനസ്സിലേക്ക് വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ നല്ല പ്രോഫിറ്റിൽ പോകുന്ന ബിസിനസ്സാണ്. പെട്ടെന്ന് കുറെ നാൾ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ പല ഡിസിഷൻസും റോങ് ആയി. അങ്ങനെ നേരെ ഇദ്ദേഹം മില്യൺസിന്റെ ലോസിലേക്ക് പോയി. ലോസ് എന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അതോടുകൂടി തീർന്നു. മില്യൺസ് ആണോ ബില്യൺസ് ആണോ? ബില്യൺസ് ആയില്ല, മില്യൺസിൽ ലോസിലേക്ക് വന്നു. അത്രയും കോടി ഡോളർ അദ്ദേഹത്തിന് നഷ്ടം വന്നു. പക്ഷേ വിത്തിൻ 2 or 3 years ടൈം വീണ്ടും പുള്ളി ബില്യണയറും ആയിട്ട് മാറി. നൗ ഹീസ് എ ബില്യണയർ. അതായത് അദ്ദേഹത്തിന്റെ തെർമോസ്റ്റാറ്റ് എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് കാശുള്ളവനായിട്ടാണ്. ബില്യണയർ തെർമോസ്റ്റാറ്റ് ആണ് പുള്ളിയുടെ. അതുകൊണ്ട് പുള്ളി എത്ര താഴെ പോയി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അതുപോലെ പൊന്തി വന്ന് കോടീശ്വരനാവും. നമ്മുടെയൊക്കെ തെർമോസ്റ്റാറ്റ് എത്രയാലും സെറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിങ്ങനെ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ പറഞ്ഞ് കഷ്ടപ്പാട്ട് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ തെർമോസ്റ്റാറ്റ് എപ്പോഴും ലോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലോട്ടറിക്കാരുടെ കഥയൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ ലോട്ടറി അടിച്ചവന്റെ തെർമോസ്റ്റാറ്റ് മൈനസിലാണ് നിൽക്കുന്നത്. ആ മൈനസിലേക്ക് 1 കോടി രൂപ വന്ന് വീണ് കഴിഞ്ഞാലും ആ തെർമോസ്റ്റാറ്റ് അപ്പൊ ഓണായി. ഇവന്റെ ഈ 1 കോടീനെ മൈനസിലേക്ക് ആക്കാനുള്ള തെർമോസ്റ്റാറ്റ് ഓണായി. അത് ഓണായിട്ട് ഇനി ഇവനെ മൈനസ് ആക്കി അതിലും ദാരിദ്ര്യത്തിലാക്കിയാല ആ തെർമോസ്റ്റാറ്റ് പിന്നെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ കടം മേടിക്കും. ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് പ്രോഗ്രാം, പക്ഷെ നല്ല പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് നമ്മുടെ സജീവ് നായരുടെ റൈസപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഏകദേശം ഒരു 1000-1200 ആൾക്കാരുള്ള ഒരു വമ്പൻ ഈവന്റ് ആയിരുന്നു. നമ്മുടെ അറ്റ്ലക്സിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെയും റൈസപ്പിൽ സജീവ് നായരും പറഞ്ഞതാണ് ഈ കടം വാങ്ങുന്ന ആൾക്കാർ. പുള്ളി പറഞ്ഞൊരു എക്സാമ്പിൾ അതാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പൈസക്ക് അത്യാവശ്യം വന്നു. നമ്മള് ബഷീർ സാറിന്റെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ ഞാൻ കടം മേടിച്ചു വിചാരിച്ചു. ആ കടം മേടിച്ച പൈസ
ചിലപ്പോൾ ഞാൻ 5-10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു 2 ലക്ഷം അപ്പോൾ ആവശ്യം വരും. അപ്പൊ ഞാൻ അപ്പുറത്ത് മണി സാറിന്റെ അടുത്ത് നിന്ന് ഒരു 2 ലക്ഷം മേടിക്കും. അത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഡേറ്റിന് കൊടുക്കാൻ പറ്റൂല. അപ്പോഴായിരിക്കും നമ്മുടെ എന്താ പറയാ അബ്ദുൾ റസാഖ് സാറിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ അബ്ദുൾ റസാഖ് സാർ എനിക്ക് പൈസ തരും, ഞാനത് കൊടുത്ത് മണി സാറിന്റെ പൈസ കൊടുക്കും. പിന്നെ ഞാൻ ആ പൈസ എടുത്തിട്ട് ഇപ്പുറത്ത് മറിക്കും. കുറച്ച് നാളെ കഴിയുമ്പോൾ പലിശക്കാർ നമ്മുടെ അടുത്ത് വരും. നീ എന്തിനാ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് നാണകം, നമ്മൾ പൈസ തരില്ലേ, 2% 3% പൈസ തരൂലേ. അപ്പൊ നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിക്കും. പിന്നെ ഒരു വാരിക്കുഴിയിലേക്ക്, മറ്റേ തുടരും സിനിമയിൽ പറഞ്ഞ പോലെ നമ്മളൊരു വാരിക്കുഴിയിലേക്ക് അങ്ങ് വീഴും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല. അവൻ ഇതുപോലെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരുന്നു. അപ്പം ഗോട്ടിക്കാണ്. അപ്പൊ ഇതുപോലെ ഞാൻ അവനെ പരിചയപ്പെടുന്നത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല, പണ്ട് ഓട്ടോക്കാഡിന്റെ ട്രെയിനിങ് ടൈമിൽ ഞാൻ അവന് കൊടുത്തിട്ടാണ് അവനെ പരിചയപ്പെടുന്നത്. കുറെ നാൾ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് അവൻ പൈസ കടം ചോദിച്ചു. 5 ലക്ഷമാണ് ചോദിച്ചത്. ഇവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ 5% പലിശ തരാന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോ അവനോട് പറയാ, ഞാൻ എനിക്ക് എന്തിനാ 5% പലിശ തന്നെ, ബാങ്കിലിട്ട് എനിക്ക് 7-8% കിട്ടൂലേ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി 5% എന്ന് പറഞ്ഞാൽ മന്ത്ലിയാണ്. അപ്പൊ എത്ര ശതമാനം പലിശയായി? 60% പലിശ, അതായത് 105 രൂപ. അപ്പൊ ഞാൻ അവരുടെ അത്രയും ആൾക്കിടെ ഞാൻ ഞെട്ടി. കാര്യം അവന് പൈസ കൊടുത്താൽ എനിക്ക് പൈസ കിട്ടുന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എന്റെ കൊടുക്കാനില്ല എന്നായിരുന്നു അന്ന്. എന്റെ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂല. കാര്യം വട്ടിപ്പലിശക്ക് പരിപാടിക്ക് കൊടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞാൽ നീ എങ്ങനെ പിന്നെ നീ രക്ഷപ്പെടണേ? 5% പലിശ ഇല്ല സാറേ, 5% കുറവാണ്. ഇവിടെ ആൾക്കാർ 10%-ലാണ് മാർക്കറ്റിലൊക്കെ ആൾക്കാർ പൈസ കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1 ലക്ഷം രൂപ വാങ്ങിയ 1 വർഷം കഴിയുമ്പോഴേക്കും 60,000 രൂപ പലിശ മാത്രം കൊടുക്കണം. പിന്നെ ഇങ്ങനെ ബിസിനസ് ലാഭത്തിലേക്ക് വരും. അപ്പൊ ഈ സജീവനാരം പറഞ്ഞത് ഈ കടം മേടിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ കടം മേടിക്കാൻ ഒരു മടി ഉണ്ടാവില്ല, ഉളുപ്പ്, നാണം ഇതൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ അത് ശരിക്കും ഡിക്റ്റോ ഇവലെ ഞാൻ കണ്ടു. ഇവനിപ്പോ സത്യം പറഞ്ഞാൽ ഇവൻ ഗൾഫിൽ പോവാണെന്ന് പറഞ്ഞ് പോയി, അവിടെയും പോയി രക്ഷപ്പെട്ടില്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അങ്കമാലിയുടെ ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ്. ഇവന്റെ അമ്മയ്ക്ക് അറിയില്ല അവൻ നാട്ടിലാണെന്ന്. ഇവൻ പറഞ്ഞിരിക്കുന്നത് ഗൾഫിലാണെന്ന്. ഇവന്റെ അനിയൻ മരിച്ചപ്പോ ഗൾഫിൽ നിന്ന് വന്ന പോലെ വന്നു, വീട്ടിൽ കയറി തിരിച്ചപ്പ തന്നെ പോയി. കാരണം അത്രമാതിരി കടക്കാരുണ്ട് അവന് ചുറ്റും. ഇപ്പൊ ഏകദേശം എനിക്ക് 40,000-50,000 സാലറി കിട്ടുന്നുണ്ട്. ഒന്നിനും തികയുന്നില്ല. നമ്മുടെ എന്താ പറയാ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാല് നമ്മുടെ തോട്ട്സ് ആണ് പണത്തെ ഉണ്ടാക്കുന്നതും പണത്തെ ഇല്ലാതെയാക്കുന്നതും. ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ മനസ്സിലാണ് പണം ഉണ്ടാക്കുന്നത്. ആ പണം ഉണ്ടായി ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിയാലിറ്റിയിലേക്ക് ആ പണം വരും. അത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ആയിട്ട് സേഫ് സാറൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് കുറിച്ച് കൂടുതൽ ഞാൻ പറയാനില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു നെഗറ്റീവ് തോട്ട്സ് എങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റും. പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ പതുക്കെ കൊണ്ടുവന്നാൽ മതി. ഈ എപ്പോഴും എന്താ പറയാ, നമ്മള് ഇങ്ങനെ പറയൂലോ, ലൈക്ക് നെഗറ്റീവ് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാരും പറയും സാറേ അത് കേട്ട് പ്രഷറായിട്ട് ഇപ്പൊ ആകെ പ്രശ്നമായിരിക്കാന്ന് പറയും. കാര്യം നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കിയാലും നെഗറ്റീവാണ് വരുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, നെഗറ്റീവ് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ അത് പതുക്കെ പോവുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇതിനകത്ത് ബി മാജിക്കിന്റെ ഈ ക്ലാസ് റിയലി എഫക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇതിനകത്ത് കുറെ പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഈ ബി മാജിക്കില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. രാവിലെ നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബൂസ്റ്റ് ഇടും. ഇത് പതിയെ നമ്മളെ വാഷ് ചെയ്യാനും നമ്മളിലേക്ക് പോസിറ്റീവ് തോട്ട്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ബുക്സ് വായിക്കുക തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. വലിയ വലിയ ആൾക്കാർ, അതുപോലെ നല്ല ആളുകളുമായിട്ട് ഇടപെടുക, അതൊക്കെ നമുക്ക് ചെയ്യുന്നതോടുകൂടി പതിയെ നമ്മുടെ മണി ചിന്തകൾ തന്നെ വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, യു ആർ ആൻ ആവറേജ് ഓഫ് 5 people യു ആർ ഡീലിംഗ് വിത്ത് എന്ന് ജിം റോൺ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന 5 പേരുടെ ആവറേജ് ആണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എത്ര റിച്ച് ആണെന്ന്. നമ്മുടെ സമ്പത്ത് അനുസരിച്ചുള്ള റിച്ചസ് ആയിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. ആ പാവപ്പെട്ടവരോട് കൂട്ടുകൂടണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു വൈബ്രന്റ് അതുപോലെ ആക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവരിൽ ഒരാളായി പോകാം. ഈ സർക്കാർ ജീവനക്കാരെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഈ സർക്കാർ ജീവനക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വളരെ ലിമിറ്റഡ് ആയിട്ട് ഭയങ്കര പ്ലാനിങ് ആണ്. എന്റെ അയൽവക്കത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 1 രൂപ ചെലവാക്കണ മുമ്പ് അതൊക്കെ എഴുതി കൂട്ടി എവിടെ കുറച്ച് കിട്ടാം ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര കാൽക്കുലേഷനാണ്. കാര്യം അവർക്കറിയാം അവരുടെ ഒരു ഫിക്സഡ് ഇൻകം ആണ്, ഇത് കൂടുതൽ കൂടാനുമില്ല. അപ്പൊ ഭയങ്കര ചുരുക്കി ജീവിച്ചത് മുഴുവൻ സേവ് ചെയ്ത് അവസാനം ഒന്നും അല്ലാതായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലും. ഞാൻ സർക്കാർ ജീവനക്കാരെ അടിപൊളിയായിട്ട് ജീവിക്കുന്നവര് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ദ തിങ് ഈസ് അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാല് അവര് ഇടപെടുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനത്തെ ആൾക്കാരാണ്.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സർക്കാർ ജീവനക്കാർ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും ഈ മറ്റേ PF-ൽ 5% കിട്ടുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ നമ്മുടെ DA 2% കുറഞ്ഞു, മറ്റേത് കൂടി, ഇതൊക്കെയാണ് അവരുടെ ഫുൾ ഡിസ്കഷൻ. എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെ അങ്ങനെ പൈസ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ലിമിറ്റിംഗ് ബിലീഫ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു അബൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റൂല. എനിവേ, നമുക്ക് ഇന്ന് 6:20 ആയി, കുറച്ച് സമയം എടുത്തു. എന്താ പോലും ഞാൻ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദ തിങ് ഈസ് ദാറ്റ് പണം വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. പണം എപ്പോഴും ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ഇതാണ്, ബ്ലഡാണ്. ചോരയ്ക്ക് തുല്യമാണ് ഒരാളുടെ ജീവിതത്തിൽ പണം എന്ന് പറയുന്നത്. ബ്ലഡിന്റെ ഒഴുക്ക് നിന്നാ തീർന്നു. ബ്ലഡ് സ്റ്റോർ ചെയ്തൊന്നും ആരും വെക്കാറില്ല. ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആള് തട്ടിപ്പോകും. ഇതൊരു കണ്ടിന്യൂസ് സർക്കുലേഷൻ ആണ്. ഇറ്റ്സ് പമ്പിങ്. നമുക്ക് വരുന്നു, നമ്മൾ കൊടുക്കുന്നു, വീണ്ടും നമ്മളിലേക്ക് വരുന്നു, നമ്മൾ കൊടുക്കുന്നു. പമ്പ് ചെയ്യാത്ത എന്തും വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പണം ഒഴുകണം, നമ്മൾ ചെലവാക്കണം, നമ്മളിലേക്ക് പണം വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിലാണ്. അപ്പൊ പണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ഗ്രീഡിയും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും, അല്ലെങ്കിൽ നമ്മൾ മാത്രം മതി ഇവിടെ, വേറൊരാളെ കച്ചവടം വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പണം നമുക്കെതിരെ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു നല്ല മണി കോൺസെപ്റ്റ്, മണി മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു മണി കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഓസിൻ സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ അടുത്ത സെഷൻ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ആയുള്ള ടൈമാണ്. സോ ടീം മെമ്പേഴ്സ് ആണ് ഒരു ഫസ്റ്റ് സംസാരിക്കുന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു ഒഴുക്കായിരുന്നു. ഫൈനാൻസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ, മാജിക് മോർണിംഗ്. വീണ്ടും ഒരു നല്ല ക്ലാസ് തന്നെ. നമ്മള് ഈ പണത്തിനെ നമ്മളിപ്പം ബഹുമാനിച്ച് അത് കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അത്യാർത്ഥിയും അഹങ്കാരവും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പണം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യനാകാതെ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്ത് അത് എങ്ങനെ വളരെ ഉത്തമമായിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യണം. വീണ്ടും പണം നമ്മളിലേക്ക് കൂടുതൽ എത്താനും മറ്റുള്ളവർക്കും എല്ലാം ഒരു സമൂഹത്തിനൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ളതാണ്. ഒരു നോവലായിട്ടുള്ള ഒരു ഐഡിയ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു തന്നത്. പണം വന്ന് നമ്മൾ ഒന്നാമത് നമ്മളെ ചിന്താഗതിയിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മളെപ്പോഴും എബണ്ടന്റ് ആണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പം എബണ്ടന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മളെ അത് വന്ന് ചേരുന്നുള്ളതാണ്. വീണ്ടും വീണ്ടും അത് വരും. സാറ് പറഞ്ഞ പോലെ ബ്ലഡിന്റെ പോലെ തന്നെ അത് പിന്നെ ചെലവാക്കിയിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു സർക്കുലേഷൻ ക്ലിയർ ആകണം. അപ്പൊ അത് നല്ല പ്രവൃത്തികൾക്ക് നമ്മൾ വിനിയോഗിക്കണം. അല്ലാണ്ട് ഒരു ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും നമ്മളത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. താങ്ക് യു വെരി മച്ച് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മനസ്സ. സിന്ധു മാം. മോർണിംഗ്, മാജിക് മോർണിംഗ് ഓസ്റ്റിൻ സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൂടുതൽ ഒന്നും കൂടി നമ്മളെ എന്താ പറയാ, നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന പോലത്തെ അറിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ അതിൽ സാറ് ഒരു പോയിന്റ് പറഞ്ഞതിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, പെട്ടെന്ന് പണക്കാരനാവണവർക്ക് ഒരു അഹങ്കാരം എന്ന് പറയണത് ഞാൻ അപ്പം മനസ്സിൽ ചിന്തിച്ച് ലോട്ടറി അടിക്കുന്നവർ കേട്ടാ. ലോട്ടറി അടിച്ചവര് എന്താ പറയാ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കയ്യിൽ കിട്ടിയ പൈസ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാന്നുള്ള ചിന്തിച്ചിട്ട് അവര് ആ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ദാരിദ്ര്യത്തിലേക്കായിരിക്കും പിന്നെ പോണത്. കാരണം അവർക്ക് അർഹത ഇല്ലാത്തൊരു പണാണ്.
പക്ഷെ അത് കൈ കിട്ടിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അറിയില്ല. ആ ഒരു നിമിഷത്തെ കുറച്ച് ദിവസത്തെ ആ ഒരു അഹങ്കാരത്തിന്റെ മേലെ അവര് അതിലും വലിയൊരു കുഴിയിലേക്കാണ് അവര് പിന്നെയും പോയി ചാടുക. അപ്പൊ അതാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടാ. അപ്പൊ ഇനി നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ദെൻ വേറെ ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യാണെങ്കിൽ പറയാം. നിങ്ങളുടെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ബഷീർ സർ. മാജിക് മോർണിംഗ്. Magic morning. ഹലോ. പറഞ്ഞോളൂ. ഓക്കെ. സാറേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ഇപ്പൊ സേവ് സാറിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ ചിന്തയിൽ നിന്ന് നമ്മൾ പണത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പണമാണ് നമ്മളെ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ പണം കൊണ്ടുവരും. പക്ഷെ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് പണം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയ്യോ എനിക്കില്ല ഇല്ല ഇല്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സംഭവം തന്നെ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മുന്നോട്ട് ഉയർന്നു പോവില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ അസുഖത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായതാണ്. അസുഖത്തെ കുറിച്ചാണ്, അയ്യോ എനിക്ക് എന്നും വെയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് പണം ആയാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് തരുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് തന്നെ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബഷീർ സർ. മാജിക് മോർണിംഗ്. ഓസ്റ്റിൻ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു പണത്തിനെ പറ്റി. പണം എല്ലാവരും പറഞ്ഞ മാതിരി ചിന്തയിൽ നിന്ന് വാക്ക് വരുന്ന, വാക്കിൽ നിന്ന് പ്രവൃത്തി, പ്രവൃത്തിയിൽ നിന്ന് ആക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. പണമായാലും ശരി, ആരോഗ്യമായാലും ബാക്കിയുള്ള എന്ത് കാര്യമായാലും നമുക്ക് ഉള്ളിൽ വരുന്ന ചിന്തകൾ ആണ്. ആ ചിന്ത നമ്മൾ എങ്ങനെയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പണം, പ്രത്യേകിച്ച് പണത്തിനെ പറ്റി. പണം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കണം. ആർക്കായാലും നമ്മള് ഒരു ഓട്ടോറിക്ഷക്കാരനായി കൊടുത്താലും ചില ചാർജ് അയാൾക്ക് ഇത് ഉപകരിക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള അതിലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട്, അതിലൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. അത് നമ്മളെ വെൽത്തിനെ വലുതാക്കാൻ വളരെയധികം സഹായിക്കും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഹലോ നമസ്കാരം. നമസ്കാരം ശീല മാം. പണം ജീവിതത്തിൽ എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ പണത്തിനെ നമ്മൾ എങ്ങനെയാണ് ആകർഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ബ്ലോക്ക് എങ്ങനെ എന്നുള്ള കാര്യം സാറ് പറഞ്ഞു തന്നു. പിന്നെ തീർച്ചയായിട്ടും പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി ബ്ലഡിനോട് ഉപമിച്ചു. അതും നല്ലൊരു പോയിന്റ് ആണ്. പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം നമ്മുടെ കയ്യിൽ, നമ്മൾ തന്നെ പറഞ്ഞ പോലെ ബഷീർ സാർ പറഞ്ഞ പോലെ ആർക്ക് കൊടുത്താലും നമ്മളത് സ്നേഹത്തോടു കൂടി കൊടുക്കണം. പിന്നെ നമ്മൾ പണം നമ്മുടെ പേഴ്സിൽ വെക്കുവാണ്. നമ്മൾ മിക്കവാറും പണമൊക്കെ എന്താണ് ചിലര് ലേഡീസ് പ്രത്യേകിച്ച് ചുരുട്ടിക്കൂട്ടിയൊക്കെ ആയിരിക്കും ഒരു ബസ് കയറിയാലും ഒരു കണ്ടക്ടറിന് കൊടുക്കുന്നു. അപ്പം പണത്തിനെ നമ്മൾ അത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ പണം നമ്മളിലേക്ക് വരുള്ളൂ. ഇങ്ങനെ
ഹലോ ഷീല മാം. മാമിന്റെ നെറ്റ്വർക്ക് പ്രശ്നം തോന്നുന്നു. ഇഷ്യൂ തോന്നുന്നു. ഓക്കെ, എനിവേ ടീം Morning. മെമ്പേഴ്സ്. ഓക്കെ, ഹലോ മാജിക് പറഞ്ഞു. മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഫിനാൻസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. നമ്മള് എന്താ പറയാ, നമ്മളുടെ മനസ്സിന്റെ ചിന്താഗതികൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മനസ്സിന്റെ ചിന്തകളെ മാറ്റുക, പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക. പിന്നെ എന്താ പറയാ, നമ്മളുടെ മനസ്സിന്റെ ബ്ലോക്കേജുകൾ മാറ്റണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ടിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള തോട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ബ്ലോക്കേജുകൾ മനസ്സിൽ നിന്ന് മാറുള്ളൂ. പിന്നെ സന്തോഷത്തോടു കൂടി കൊടുക്കുക, സ്വീകരിക്കുക. പിന്നെ ജസ്റ്റ് ഒബ്സർവ് ആൻഡ് എക്സ്പെരിമെന്റ് ഇറ്റ്. അതിലൂടെ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ എന്താ പറയാ, ഫിനാൻസിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുകയും അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് പണം വന്നു ചേരുന്നത്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. ഓക്കെ ഓസ്തി സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. എനിവേ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു നൈസ് ഡേ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു.